ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ ചൈനീസ് മാർക്കറ്റുകളാണ് ഇന്ന് വലിയ രീതിയിൽ റിബൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ചൈനീസ് മാർക്കറ്റുകൾ മോർണിംഗ് സെഷനിൽ വലിയ താഴ്ചയാണ് കണ്ടത്. അതിനുശേഷം ടുവേഴ്സ് ദ എൻഡ് ചൈനീസ് മാർക്കറ്റുകളിലൊന്ന് റിക്കവർ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഇന്ന്. ചൈനീസ് ഗവൺമെൻറ്, ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്ററൊക്കെ ധാരാളം മെഷേഴ്സ് കൊണ്ടുവന്നിരിക്കുകയാണ്. ചൈനീസ് ഇൻസ്റ്റിറ്റ്യൂഷന് എക്സിസ്റ്റിംഗ് ഹോൾഡിങ്സ് വിൽക്കാൻ പാടില്ല, അതുപോലെ തന്നെ സ്റ്റോക്ക് ലെൻഡിങ് ബോറോയിങ് മെക്കാനിസത്തിൽ കൂടെ സ്റ്റോക്ക് കൊടുക്കാൻ പാടില്ല, ധാരാളം മെഷേഴ്സ് എടുത്തിരിക്കുകയാണ്. ഒപ്പം ചൈനീസ് ഗവൺമെൻറ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ ഫോം ചെയ്തുകൊണ്ട് ചൈനീസ് സ്റ്റോക്കുകൾ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കാൻ പോകാമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതോടൊപ്പം തന്നെ ചൈന സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് $1.4 ട്രില്യൺ സൈസുള്ള വലിയ ഫണ്ട് രൂപീകരിക്കുന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ചൈനീസ് മാർക്കറ്റുകൾ 9-ാം തീയതി മുതൽ ഒരാഴ്ചയ്ക്ക് ലൂണാർ ഹോളിഡേയ്സിന് വേണ്ടി അടച്ചിടാണ്. ഒരു പക്ഷേ അതിന് ശേഷമായിരിക്കാം വലിയ അനൗൺസ്മെൻറ്റുകൾ വരുന്നത്. പക്ഷേ മാർക്കറ്റ് പൊതുവെ ചൈനയിൽ ഒരു പോസിറ്റീവ് ട്രെൻഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം എക്കണോമിക് റിക്കവറിയും ചൈനയിൽ വരുന്ന ഒരു റീബൗണ്ട് തന്നെയാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ ചൈനീസ് മാർക്കറ്റ് റീബൗണ്ട് ചെയ്യാനുള്ള ചാൻസാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ മെറ്റൽ സ്റ്റോക്കുകൾ, സ്പെഷ്യാലിറ്റി കെമിക്കൽ സ്റ്റോക്കുകളൊക്കെ വലിയ രീതിയിൽ മുന്നേറാം. അത് നമ്മുടെ അടുത്തുള്ള മെറ്റൽ സ്റ്റോക്കുകൾക്ക് വീണ്ടും വലിയൊരു ഊർജ്ജം പകരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഓൾറെഡി നമ്മുടെ സ്റ്റീൽ കമ്പനികൾ, അതുപോലെ തന്നെ അലുമിനിയം മാനുഫാക്ചറിങ് കമ്പനികളൊക്കെ നല്ല രീതിയിൽ മുന്നേറുകയാണ്. അതോടൊപ്പം തന്നെ അയൺ ഓർ മൈനിങ് കമ്പനികളും നല്ല രീതിയിൽ മുന്നേറുകയാണ്. അപ്പോൾ ചൈനീസ് ന്യൂസ് തന്നെ ആയിരിക്കാം ഈ സെക്ടറിലൊക്കെ വരുന്ന ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ നല്ല പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെയായിരുന്നു. അതുപോലെ തന്നെ S&P 500 വിക്സ് വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 13.67 ആണ് ഇന്നലെ. കഴിഞ്ഞ ദിവസം അത് 13.85 ആയിരുന്നു. ഇതും സൂചിപ്പിക്കുന്ന വീണ്ടും ഒരു കൺസോളിഡേഷൻ മോഡിന് തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ. ടെക്നോളജി ഷെയറിൽ NVIDIA ആണ് ഇന്നലെ പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ടുള്ളത്. NVIDIA ആഫ്റ്റർ അവേഴ്സ് ട്രേഡിങ്ങിൽ $702 പെർ ഷെയറിനാണ് ട്രേഡ് ചെയ്യുന്നത്. വലിയ ഒരു കുതിച്ചുചാട്ടാണ് NVIDIAയുടെ സ്റ്റോക്ക് പ്രൈസിൽ ഈ ആഴ്ച ഉണ്ടായിട്ടുള്ളത്, ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ മുന്നേറുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. മെറ്റ, NVIDIA, ആപ്പിളിൻ്റെ പുതിയ വിഷൻ പ്രോ വലിയ റെസ്പോൺസാണ് മാർക്കറ്റിൽ ഉണ്ടാക്കുന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ആപ്പിൾ അപ്പോൾ കറണ്ട് ലെവലിൽ നിന്ന് റീബൗണ്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നമ്മൾ ഓവറോൾ നമ്മുടെ കമ്മോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ സ്വല്പം വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തത്. $242.9 പെർ ഔൺസിനാണ് ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തത്. മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $240 പെർ ഔൺസിനാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. മോർണിംഗിൽ ആ ലെവലിൽ തന്നെയാണ് $78 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് ഇന്നലെ വീക്കായിരുന്നു, പക്ഷേ ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ Q3 റിസൾട്ടുകൾ തന്നെയാണ് നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് ഇന്നത്തെ മാർക്കറ്റിലും വരാൻ പോകുന്നത്. കാരണം Q3 റിസൾട്ടുകൾ ന്യൂസ് ഡ്രിവൺ ആയിട്ടുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷനാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെബി ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഓഹരികൾ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ ഒരു മാറ്റം വരുത്താൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ലാർജ് ക്യാപ്പ് ഓഹരികളുടെയും മിഡ് ക്യാപ്പ് ഓഹരികളുടെയും സ്മോൾ ക്യാപ്പ് ഓഹരികളിലൊക്കെ നമ്പറിൽ ചേഞ്ച് വരാനുള്ള ചാൻസസ് ഉണ്ട്. LIC നമ്മുടെ ഒരു സേഫ് പിക്കായിരുന്നു. കഴിഞ്ഞ വർഷത്തെ 1028 ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഓൾ ടൈം ഹൈ ആണ്. അതോടൊപ്പം തന്നെ LNT ഇൻ്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നാണ് റിസൾട്ട് വരാൻ പോകുന്നത്. ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ LICനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. HDFC ബാങ്കിന് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ 9.5% സ്റ്റേക്ക് എടുക്കാനായിട്ട് RBI പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ബാങ്കിങ് കമ്പനികളിൽ മറ്റു ബാങ്കുകൾക്ക് സ്റ്റേക്ക് എടുക്കാൻ അനുവദിക്കുന്ന ആക്ടിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ ഒരു അപ്വേർഡ് മൊമെൻറ്റം കാണാനുള്ള ചാൻസസ് ഉണ്ട്. അഡാനി ടോട്ടൽ ഗ്യാസും ഐനോസ് ഇന്ത്യ ലിമിറ്റഡും ടൈപ്പിലെത്തിയിട്ടുണ്ട്. ക്രയോജനിക് ടാങ്കുകൾ സപ്ലൈ ചെയ്യാനാണ്. ന്യൂലി ലിസ്റ്റഡ് കമ്പനിയാണ് ഐനോക്സ് ഇന്ത്യ ലിമിറ്റഡ്. നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്. അപ്പോൾ ഈ ടൈപ്പ് ഐനോക്സ് ലിമിറ്റഡിന് വളരെ പോസിറ്റീവാണ്. അറൗണ്ട് 900 രൂപീസൊക്കെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന പ്രൈസ്. മുന്നേറാനുള്ള സാധ്യതകളുണ്ട് ഈ ന്യൂസിൻ്റെ പിൻബലത്തിൽ. JSW ഇൻഫ്ര 6000 കോടി രൂപ ഇയർമാർക്ക് ചെയ്തിരിക്കുകയാണ്. പോർട്ട് അക്വിസിഷനാണ്. പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും അതാത് പോർട്ടുകൾ
ഓപ്ഷൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും JSW ഇൻഫ്രനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. TCSന് യൂറോപ്പ് അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ട്രാവൽ ഇൻഷുറൻസ് കമ്പനിയായിട്ട് ലോങ് ടേം അറേഞ്ച്മെൻറ്റ് വന്നിരിക്കുകയാണ്. ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രൊഡക്റ്റാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. TCSനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. AI ധാരാളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ് TCS. അപ്പോൾ പുതിയ പ്രോഡക്റ്റുകൾ, പുതിയ റവന്യൂ സ്ട്രീം നൽകുന്നതാണ് എക്സ്പെക്റ്റേഷൻ. അതോടൊപ്പം തന്നെ Q3 റിസൾട്ടുകൾ ഇന്നലെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എക്സലൻറ്റ് റിസൾട്ടാണ്. BSEയുടെ റിസൾട്ടാണ് എക്സലൻറ്റ് റിസൾട്ട്. തീർച്ചയായിട്ടും കറണ്ട് ലെവലിൽ നിന്ന് ഒരുപക്ഷെ BSE വീണ്ടും മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. നമ്മൾ ഡിസംബർ 26 കൊടുത്തിട്ടുള്ള 2024 പിക്കുകളിൽ 3 പിക്കുകളിൽ 50% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യാണ്. IREDA നമ്മൾ 106 രൂപയ്ക്കാണ് നമ്മൾ 24 പിക്കുകളിലുണ്ടായിരുന്ന വൺ ഓഫ് ദി പിക്സ് ആയിരുന്നു. 110 രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 204-205 റേഞ്ചിലാണ്. 50% പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന നന്നായിരിക്കും. ബാലൻസ് ക്വാണ്ടിറ്റി ഫ്രീ ആയിരിക്കും. അതുപോലെ തന്നെ വാരി റിന്യൂവബിൾ എനർജി ടെക്നോളജി നമ്മൾ കൊടുത്ത പ്രൈസ് 1788 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 4440 ഇതിലും 50% പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹഡ്കോ 106 രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അറൗണ്ട് 202 രൂപ റേഞ്ചാണ്. ഇതിലും 50% പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് നന്നായിരിക്കും. ഒപ്പം BEMൽ നമ്മൾ കൊടുത്തത് 2805 ഇപ്പോൾ അറൗണ്ട് 4000 അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകളിൽ 50% പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ബാലൻസ് ഷെയറുകൾ ഫ്രീ ആയിട്ട് കീപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വളരെ കോഴ്സായിട്ട് ട്രേഡ് ചെയ്യുക. മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാവാം. Q3 റിസൾട്ടും അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസൊക്കെയാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.